കാലം കിംവദന്തികൾ കലാപങ്ങൾക്ക് കാരണമാകുന്നു. ഒരു തീപ്പൊരി മതി കാട്ടുതീയായി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. എന്താണ് അവിടെ ഒരു ബഹളം? ഭയപ്പെടേണ്ട, കലാപമൊന്നുമല്ല, പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപ്പിള്ളിയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടി വിടുകയാണ് അവിടെ. നാണു, നാരായണൻ, കുഞ്ഞുമുഹമ്മദ്, വറീദ്, ഔസേപ്പ്, അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായക്കടയിൽ കേറിയാലേ പപ്പടമേറെ കിട്ടും, മുട്ടും കടലക്കറി വേറെ. ഇത്തിരി നേരം ഇരുന്നു സുറിക്കാൻ അവിടെ പലരെത്തും. ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടുവിശേഷങ്ങൾ. പപ്പുപ്പിള്ളിയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീന്റെ മുറുക്കാൻ കട. അവിടെ വീട് തീർപ്പുകാരനാണ് അന്തൂറുമാൻ. കുഞ്ഞുമൊയ്തീനും പപ്പുപ്പിള്ളിയും മുറ്റ ചങ്ങാതികളാണ്. കുഞ്ഞുമൊയ്തീന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാലോ കഴിഞ്ഞ നീട്ടും പിള്ളിയുടെ ചായക്കടയിലേക്ക്. പാകത്തിനും പാലും പഞ്ചസാരയും ചേർത്ത ഒന്നാന്തരം ചായ ആ കൈകളിൽ റെഡി. പിന്നെ പിള്ളിക്ക് ബീഡി വേൽക്കണമെന്ന് തോന്നിയാലോ വിരളിങ്ങനെ നീട്ടും കുഞ്ഞുമൊയ്തീന്റെ കടയിലേക്ക്. വിരലുകൾക്കിടയിൽ ബീഡി തയ്യാർ, അതും കത്തിച്ച്. അതെ, അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാണ്. ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാണ്. മതവിദ്വേഷത്തിന്റെ വൈരമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. അമ്പലത്തിൽ ശംഖുമുഴങ്ങും, പള്ളിയിലോ ബാങ്കു വിളിക്കും. വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ. വിശ്വാസ ചന്ദന വരയും നിസ്കാരത്തിന്റെ തഴമ്പും. തിരുനെറ്റിയിലൊളി മിന്നുന്നു, ഒരുമയിലവരും വാഴുന്നു. അങ്ങനെയിരിക്കെ പിള്ളിയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അയാൾ കീശയിൽ നിന്നും ഒരു നോട്ടീസ് എടുത്ത് ഉറക്കെ വായിച്ചു. പ്രതീക്ഷിപ്പിൻ, മല്യുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച മയ്യനാട് ഹനുമാൻ സ്റ്റേഡിയത്തിൽ വെച്ച്. മല്യുദ്ധം കേട്ടതും പൊതുവെ ഗുസ്തിക്കമ്മക്കാരായ പിള്ളിക്കും മന്ത്രിമാരും ആവേശമായി. ആരൊക്കെയാ ഫയൽമാൻമാർ? അവർ ഒന്നിച്ചു ചോദിച്ചു. മേക്കാട് നിന്നാണു പിള്ള ഫയൽമാൻ. മേക്കാടെന്ന് കേട്ടതും പിള്ള 5-6 ചാട്ടം. മേക്കാടനാണെങ്കിൽ നോക്കേണ്ട സാറേ, ആരേനെ വരെ കയ്യിലെടുത്ത് പന്താടുന്നതല്ലേ മേക്കാടൻ. പിള്ളിയുടെ മേക്കാടൻ സ്തുതി അന്തർമാൻ അത്ര പിടിച്ചില്ല. ഇങ്ങള് എതിരാരാന്ന് പറ സാറേ? മലൻ മുഹമ്മദ് ഹുസൈന്റെ പേര് കേട്ടതും അന്തർമാര് 100 നാവായി. ഹുസൈനാണെങ്കിൽ വെറുതെ നൊസ്തോതിട്ടണ്ട പിള്ളെ 5-6 മേക്കാടനെ തഞ്ചത്തിൽ സൂപ്പാക്കുന്നോൻ. പിന്നെ ബ്രഹ്മ വിചാരിച്ചാൽ തൊടാൻ പറ്റുമോ മേക്കാടനെ? പിന്നല്ലേ നിങ്ങളുടെ ഹുസൈൻ. ബ്രഹ്മാനെ സാധിക്കാൻ ചിലപ്പം നമ്മുടെ ഹുസൈനെ സാധിച്ചെന്ന് വരും. കുഞ്ഞുമൊയ്തീൻ ഇടപെട്ടു. ദേ, ബ്രഹ്മാവിനെ പറഞ്ഞാലുണ്ടല്ലോ പിള്ളേക്ക് കലി കയറി. അതിനിടയിലാണ് അന്തർമാന്റെ വക ഒരു നാടൻ പണി. എല്ലാ കോച്ചിക്ക, ഈ ബ്രഹ്മ എന്ന് പറഞ്ഞത് ഇസ്ലാമില്ലയോ? ഇസ്ലാമിന്റെ പേരിങ്ങനെ കാത്തിടുക. ഇപ്പൊ മനുഷ്യന്മാരെ വരും മൃഗത്തിനിടുന്നില്ലേടോ? ഇത് കേട്ടതും പിള്ളിയുടെ പ്രജ്ഞ നശിച്ചു. പിള്ള കുഞ്ഞുമൊയ്തീനെ നേരെ കുതിച്ചു. പെട്ടെന്ന് കുഞ്ഞുമൊയ്തീൻ മുന്നോട്ടായാലും പിള്ളിയുടെ കർണത്തടി. ഇതാ പിള്ളിയുടെ കൈ ദോഷത്തട്ടുകതോടൊപ്പം മേലോട്ട് വരുന്നു. അത് വന്ന് പതിച്ചത് കുഞ്ഞുമൊയ്തീന്റെ ശിരസ് വിളർന്ന് അള്ളോ, അയാൾ താഴോട്ട് വീണു. ഇത് കണ്ടു നിന്ന അന്തർമാൻ സഹിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന ബീഡിയിലെ വെട്ടുന്ന കത്രിയെടുത്ത് പിള്ളിയുടെ വയറ്റിൽ ആഞ്ഞു കുത്തി. ഒറ്റ നിമിഷം കൊണ്ട് ആ ചായക്കട ചോരക്കളമായി മാറി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കയറി. അതൊരു കലാപമായി മാറി. സത്യം എന്തെന്ന് ആരും അന്വേഷിച്ചില്ല. ആർക്കും അതറിയില്ലായിരുന്നു. കലാപകാരികൾ തലങ്ങും വിലങ്ങും ആക്രമണം അഴിച്ചുവിട്ടു. വീടുകളും കുടിലുകളും ദേവാലയങ്ങളും അവർ വെറുതെ വിട്ടില്ല. ഉറ്റമിത്രങ്ങൾ ബദ്ധവരികളെ പോലെ കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു.
എങ്ങും അട്ടഹാസങ്ങൾ, പോർവിളികൾ, തീരരോധനങ്ങൾ. മനുഷ്യ പിശാചുകൾ മാരകം നൃത്തം ചെയ്യുന്നത് കണ്ടു നിൽക്കാനാവാതെ ആ ഗ്രാമം വിറങ്ങലിച്ചു നിന്നു. കുടിലുകൾ ചാരക്കൂനകളായി കുടിലത താണ്ഡവമാടി. അളവിച്ചുക്രപടങ്ങൾ വിടർത്തിയ മതനാഗങ്ങൾ വിഷം ചീറ്റി. മരണം മത്തു പിടിച്ചു നടന്നു മനുജനു മണ്ണിൽ മതം പൊട്ടി. ദിവസങ്ങൾ കടന്നുപോയി. ഭ്രാന്ത് ശമിച്ചു. പിശാചുക്കൾ മാരക നൃത്തം ചെയ്ത റോഡിലൂടെ മനുഷ്യർ നടന്നു തുടങ്ങി. സാവധാനം ആ ഗ്രാമം പഴയതുപോലെയായി. അതാ കുഞ്ഞുമോദിന്റെ മകൻ മുഹമ്മദ് റോഡിലൂടെ നടന്നു വരുന്നു. അയാൾ കത്തിക്കരിഞ്ഞ കടയുടെ മുമ്പിൽ നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതേസമയം ഓലയും മുളങ്കമ്പുമായി ഗോപാലൻ, അതെ പിള്ളയുടെ അനുജൻ. എന്തിനാ മുഹമ്മദേ നീ കരയണത്? ഇത് കണ്ടാൽ എങ്ങനെയാടാ കരയാണ്ടിരിക്കുക? എൻ്റെ ഉമ്മയ്ക്കും മനുഷ്യന്മാർക്കും ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാടാ ഞാൻ അവരെ പോറ്റുക? സങ്കടപ്പെടല്ലടാ. എൻ്റെ ചേട്ടനും നിന്റെ ഉപ്പയും ഒരമ്മ വെച്ച മക്കളെ പോലെ കഴിഞ്ഞവരാ. ആരാണ്ടോ എങ്ങാണ്ടോ ഗുസ്തി പിടിച്ചതിന് അവർ തമ്മിൽ വഴക്കിട്ട് തമ്മിൽ തല്ലി മരിച്ചു. കിറുക്കല്ലേടാ അത്, കിറുക്ക്. ആ കിറുക്ക് ഈ ഗ്രാമം മൊത്തം വ്യാപിക്കുകയും ചെയ്തു. ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. പോയവര് പോയി, നമുക്ക് ജീവിക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒരു കട കെട്ടിപ്പോക്കാം. നമുക്കെന്തിനാടാ 2 കട? നമുക്കൊരൊറ്റ കട മതി. ആ സുഹൃത്തുക്കൾ ഓലയും മുളങ്കമ്പും ഉപയോഗിച്ചുകൊണ്ട് പുതിയ കട കെട്ടിപ്പോക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ കാറ്റ് ആ ഗ്രാമത്തിൽ വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴിയരികിൽ ഒരു പങ്ക് കട തുടങ്ങി. പൊടിച്ചായ കുടിച്ചുകൊണ്ട് അരവിയും അനന്തനും ചുരുക്കത്തിൽ ഒരു ബോർഡങ്ങ് എഴുതി വെച്ചു. മതക്കിറുക്കന്മാർക്ക് പ്രവേശനമില്ല. മതക്കിറുക്കനെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തൊരു ലോകത്ത് നമുക്കും ജീവിക്കണം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനം ഓർത്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.